السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. ശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വ്യക്തമായ നിലയിൽ താക്കീത് ചെയ്യുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. തീർച്ചയായിട്ടും കരയിലും കടലിലും അള്ളാഹു ഫസാദ് പ്രകടമാക്കുന്നതാണ്, വെളിവാക്കുന്നതാണ്. ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യൻ അവന്റെ കരങ്ങൾ കൊണ്ട് ചെയ്തതിന്റെ പ്രതിഫലമാണത്രേ അത്, പ്രതിഫലനമാണത്. നമുക്കറിയാം, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വളരെ ശക്തമായ ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗൾഫിലെ പോലെ 40 ഡിഗ്രിയും അതിലേറെയും പല ജില്ലകളിലും ശക്തമായ ചൂട് അനുഭവിക്കുകയും മിണ്ടാപ്രാണികൾ ദാഹപരവശരായി പരക്കം പായുകയും വേണ്ടത്ര നിലയിൽ ശുദ്ധജലത്തിന്റെ ദൗർലഭ്യതയുള്ള നാടുകളിൽ വളരെ വെള്ളത്തിന്റെ വിഷയത്തിൽ പ്രതിസന്ധി ഉണ്ടാവുകയും മറ്റുള്ള പറവകളും ജീവജാലങ്ങളുമൊക്കെ ദാഹപരവശരായി പരക്കം പായുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ നാം തന്നെ പറയാറുണ്ട്, എത്ര വലിയ ചൂടാണ്, 2 ഫാൻ ഇട്ടിട്ടും, ടേബിൾ ഫാനും മറ്റുള്ള ഫാൻ ഇട്ടിട്ട് പോലും നമുക്കൊന്നും പൂർണ്ണമായ ഒരാശ്വാസം ലഭിക്കുന്നില്ല. വളരെ ശക്തമായ ചൂടാണ്. ഇത്രയേറെ വലിയ ചൂട് എൻ്റെ ഈ ആയുസ്സിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് ചെറുപ്പക്കാരും പ്രായമുള്ളവരും പറയുകയും, ഈ അടുത്ത സമയത്തുണ്ടായ ഇലക്ഷനിൽ അതിശക്തമായ ചൂട് കാരണത്താൽ പാലക്കാട് ജില്ലയിൽ 3 പേർ തൽക്ഷണം കുഴഞ്ഞു വീണ് മരണപ്പെടുകയും ചെയ്യുന്ന അതിദാരുണമായ അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലും മഴ ലഭിക്കാതെ ശക്തമായ ചൂട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായത്തെ തേടുക. അങ്ങനെ ഒരു മഴയെ തേടുന്ന നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വെള്ളം കിട്ടാതെ വിഷമിക്കുന്ന ഈ സന്ദർഭത്തിൽ നിർവഹിക്കേണ്ട 2 റക്അത്ത് നിസ്കാരത്തിനെയാണ് സ്വലാത്തുൽ ഇസ്തിസ്ഖാ എന്ന് പറയുന്നത്. സ്വലാത്തുൽ ഇസ്തിസ്ഖാ, മഴയെ തേടുന്ന നിസ്കാരം. ഈ നിസ്കാരം പെരുന്നാൾ നിസ്കാരം പോലെ തന്നെ ആദ്യ റക്അത്തിൽ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം 7 തക്ബീറും തുടർന്ന് രണ്ടാമത്തെ തക്ബീറിൽ ഫാത്തിഹയുടെ മുമ്പ് 5 തക്ബീറും സുന്നത്തുണ്ട്. നിസ്കാരത്തിന് ശേഷം 2 ഖുതുബ നിർവഹിക്കണം, അത് സുന്നത്താണ്. ഈ ഖുതുബയിൽ തക്ബീർ ചൊല്ലുന്നതിന് പകരമായി ഇസ്തിഗ്ഫാറാണ് ചൊല്ലേണ്ടത്. അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് ചൊല്ലണം. ഒന്നാം ഖുതുബയിൽ 9 പ്രാവശ്യവും രണ്ടാം ഖുതുബയിൽ 7 പ്രാവശ്യവുമാണ് ഖത്തീബ് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്. അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് ചൊല്ലിയാൽ മതിയാകുന്നതാണ്. എന്നാൽ അസ്തഗ്ഫിറുല്ലാഹൽ അസീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന ഇസ്തിഗ്ഫാർ ചൊല്ലലാണ് അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് മാത്രം ചൊല്ലുന്നതിനേക്കാൾ കുറച്ചുകൂടി മഹത്വം എന്ന് മഹത്വത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഖത്തീബ് രണ്ടാം ഖുതുബയിൽ പ്രാർത്ഥനാ വേളയിൽ ഖിബ്ലയ്ക്ക് മുന്നിടണം. അപ്പോൾ ഖത്തീബും അവിടെ നിസ്കരിക്കാൻ സന്നിഹിതരായവരും എല്ലാവരും മേൽമുണ്ട് ഭാഗം മാറ്റി മറിക്കൽ സുന്നത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ മറച്ചിട്ടിട്ടാണ് നിസ്കരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമൃദ്ധമായ മഴ നൽകുകയും ഈ ശക്തമായ ചൂടിന് അല്ലാഹു തആല നമുക്ക് ശമനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.